കെ.സി. വേണുഗോപാലിനെതിരായ സൈബർ ആക്രമണങ്ങളിലും ആസൂത്രിത നീക്കങ്ങളിലും കോൺഗ്രസ് നേതൃത്വം പുലർത്തുന്ന മൗനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളി നേതാക്കളുടെ നിശബ്ദത നിരാശാജനകമാണെന്നും പാർട്ടിക്കായി പ്രവർത്തിക്കുന്നവർ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നുമാണ് ബിനു ചുള്ളിയിൽ മുന്നറിയിപ്പ് നൽകുന്നത്. വിഷയത്തിൽ പാർട്ടി നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്നും ബിനു ചുള്ളിയിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നു. സുനിഷ അയ്യലൂരാണ് ചേരുന്നത്. സുനിഷ, കെ.സി. പക്ഷത്തുള്ള പ്രമുഖ യുവ നേതാവാണ് ബിനു ചുള്ളിയിൽ. സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുമ്പോൾ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്, സൈബർ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അത് ഒരു നേതാവിനെതിരെ മാത്രമല്ല, എല്ലാവർക്കും എതിരെയുമുണ്ട്. എന്താണ് ഇപ്പോൾ ബിനു ചുള്ളിയുടെ നിലപാട്? വിനീത, അതായത് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ കെ.സി. വേണുഗോപാലിനെതിരെയും മറ്റു നേതാക്കൾക്കെതിരെയും എല്ലാം സൈബർ ഇടത്തിൽ വലിയ തരത്തിലുള്ള ആക്രമണം നേരിടുന്നുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ബിനു ചുള്ളിയിൽ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ നടക്കുന്ന സൈബർ ആക്രമണം അത് ആസൂത്രിതമാണ് എന്നുള്ളതാണ് ബിനു ചുള്ളിയിൽ ആവർത്തിച്ചു പറയുന്നത്. PR ഏജൻസികളിലൂടെ മുഖമില്ലാത്ത ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സൈബർ ആക്രമണം ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ നേതൃത്വം എന്നുള്ളതാണ്. ആസൂത്രിതമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നേതൃത്വം ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത് നിരാശാജനകമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് ഇതിൽ പ്രതികരിച്ചില്ല എങ്കിൽ ഇത് നാളെ പാർട്ടിയുടെ കീഴ്വഴക്കമായി മാറുമെന്നുള്ളത് കൂടി ബിനു ചുള്ളിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഈ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടയിൽ ഹൈക്കമാൻഡിനെ ഒരു മുൾമുനയിൽ നിർത്താം എന്നുള്ളതാണ് ആലോചിക്കുന്നതെങ്കിൽ അങ്ങനെ കെ.സിയെ കൊത്തിവലിക്കാൻ ഇട്ടുതരില്ല എന്നുള്ളത് കൂടി ബിനു ചുള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സൈബർ ആക്രമണത്തിനെതിരെ കെ.സിക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനെതിരെ ഈ സൈബർ ആക്രമണത്തിനെതിരെയാണ് നിലവിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പേജിലൂടെ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി പേരുകൾ ഇങ്ങനെ ഈ തെരുവുകളിലും ഒപ്പം തന്നെ ഫ്ലക്സുകളിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നേതാക്കൾക്കായുള്ള അടിപിടി കൂടലുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വിനീത.